Next question. 2-point and 3-point problems are typical cases of option A radiation, option B intersection, option C traversing, option D resection. So ഇത് സർവേയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2-point problem and 3-point problem എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് റിസെക്ഷൻ ആണ്. So 2-point problems and 3-point problems are the typical cases of resection. ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും പ്ലെയിൻ ടേബിൾ സർവേയുടെ കീഴിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യം റേഡിയേഷൻ എന്താണെന്ന് നോക്കാം. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പ്ലെയിൻ ടേബിൾ സ്റ്റേഷനിൽ നിന്ന് പല സ്ഥലത്തേക്കുമുള്ള മെഷർമെന്റ്സ് എടുക്കുന്നതിനെയാണ് റേഡിയേഷൻ എന്ന് വിളിക്കുക. റേഡിയേഷൻ ഉപയോഗിച്ച് നമുക്കൊരു സ്ഥലത്തിലെ ഏരിയ പോലുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിലെ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇന്റർസെക്ഷൻ, അതായത് കുറച്ചും കൂടി ഇൻആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ഇനി ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാറ്റേൺ ആണ്. സർവേ ചെയ്യുന്ന ഒരു പാറ്റേണിനെയാണ് ട്രാവേഴ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു എൻഡിൽ നിന്ന് നമ്മൾ മെഷർമെന്റ്സ് എടുത്ത് സ്റ്റേഷൻസ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുക. സോ ട്രാവേഴ്സിംഗ് ഇസ് ദ കണക്റ്റഡ് സർവേ ലൈൻസ്. അപ്പോൾ ഓരോ സർവേ ലൈൻസിന്റെയും ഡയറക്ഷനും അതേപോലെ മെഷർമെന്റ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി റിസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പ്ലെയിൻ ടേബിൾ സ്റ്റേഷന്റെ പൊസിഷൻ നമുക്ക് അറിയുന്നില്ല. സ്റ്റേഷന്റെ പൊസിഷൻ മനസ്സിലാക്കുന്നത് മറ്റ് ലൊക്കേഷൻ അറിയാവുന്ന പോയിന്റ്സിന്റെ സഹായത്തോടു കൂടി ആയിരിക്കും. സോ ഓൾറെഡി ലൊക്കേഷൻ അറിയാവുന്ന പോയിന്റ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ നിൽക്കുന്ന പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ റിസെക്ഷൻ എന്ന് വിളിക്കാം. 2 പോയിന്റ്സിന്റെ സഹായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ 2-point പ്രോബ്ലം എന്നും 3 പോയിന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ 3-point പ്രോബ്ലം എന്നും വിളിക്കുന്നു. Next question. The inclination of needle with the horizontal is dash of the needle. Option A dip, option B declination, option C azimuth, option D meridian. സോ ആദ്യത്തെ ഓപ്ഷൻ ഡിപ്പ് എന്താണെന്ന് നോക്കാം. ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർലി ബാലൻസ്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഡിപ്പ് എന്ന് വിളിക്കുക. സോ നമ്മൾ ഇവിടുത്തെ ഉത്തരവും ഡിപ്പ് തന്നെയാണ്. ഇനി ഡിപ്പിന്റെ വാല്യൂവും ചോദിക്കാറുണ്ട്. ഇക്വേറ്റർ റീജിയനിലാണെങ്കിൽ ഡിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഡിഗ്രിയും പോൾ റീജിയനിലാണെങ്കിൽ ഡിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയും ആയിരിക്കും. ഇനി ഡിക്ലിനേഷൻ എന്താണെന്ന് നോക്കാം. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ മെറിഡിയനും അതേപോലെ മാഗ്നറ്റിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് വിളിക്കുക. ഇനി അസിമുത്ത് എന്താണെന്ന് നോക്കാം. അസിമുത്ത് എന്ന് പറയുന്നത് ട്രൂ മെറിഡിയനിൽ നിന്ന് ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് വിളിക്കുക. ഇനി ഈ ആംഗിളിനെ നമുക്ക് ട്രൂ ബെയറിംഗ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ അസിമുത്ത് എന്നും വിളിക്കാം. ഇനി അടുത്ത ഓപ്ഷൻ മെറിഡിയൻ. മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ലൈൻ ആണ്. നമ്മൾ എടുക്കുന്ന എല്ലാ ആംഗിൾസും മെറിഡിയനെ വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. മെറിഡിയൻ പലതരത്തിലുണ്ട്. മെറിഡിയൻ ട്രൂ മെറിഡിയൻസ് ഉണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ട്, ആർബിട്രറി മെറിഡിയൻസ് ഉണ്ട്. Next question. The field book in chain surveying is about dash and opens lengthwise. Option 40 cm by 20 cm, 20 cm by 20 cm, 40 cm by 12 cm, 20 cm by 12 cm. ഫീൽഡ് ബുക്ക് എന്താണെന്ന് ആദ്യം അറിയുക. ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ സർവേയിങ്ങിൽ കിട്ടുന്ന ചെയിൻ മെഷർമെന്റ്സ് എല്ലാം നോട്ട് ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് ഫീൽഡ് ബുക്ക് എന്ന് വിളിക്കുക. ഫീൽഡ് ബുക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 20 cm by 12 cm. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഇൻ ചെയിൻ സർവേ. ഓപ്ഷൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഓപ്ഷൻ ബി ഇറഗുലർ ട്രയാങ്കിൾ, ഓപ്ഷൻ സി ഐസോസ്ലെസ് ട്രയാങ്കിൾ, ഓപ്ഷൻ ഡി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ആ ഏരിയനെ പലതരം ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ഇൻ ചെയിൻ സർവേ. ഇതിനെയാണ് ട്രയാങ്കുലേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ട്രയാങ്കിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ഒരു വർക്കിന്റെ ആക്യുറസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
സോ നമ്മൾക്ക് അങ്ങനെ കിട്ടുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഷുഡ് ബി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കണം. അതായത് ഓൾ 3 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആയിരിക്കണം. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് വരുന്ന ഓരോ ആംഗിളിന്റെയും വാല്യൂം ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആൻഡ് ഷുഡ് ബി ലെസ് ദാൻ 120 ഡിഗ്രി. ഇനി 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലല്ല ആംഗിൾ വരുന്നതെങ്കിൽ അതിനെ നമ്മൾക്ക് ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇനി 30ക്കും 120 ഡിഗ്രിക്കും ഇടയിലാണ് ആംഗിൾ വരുന്നതെങ്കിൽ ആ ട്രയാങ്കിൾസിനെ നമുക്ക് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കാറുണ്ട്. സോ ഈ വാല്യൂ ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈവ് ലോഡ് ഫോർ ക്ലാസ് റൂം ബിൽഡിംഗ് ഇസ് ഓപ്ഷൻ എ 150 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 300 kilogram per meter square, option C 400 kilogram per meter square, option D 500 kilogram per meter square. So as per IS code, live load for classroom building is 400 kilogram per meter square. Next question, imaginary line containing vertical joints of masonry is option A perpends, option B stringer, option C springer, option D none of the above. So imaginary lines joining vertical joints of masonry എന്ന് പറഞ്ഞു അതിനുത്തരം പെർപെൻസ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബ്രിക്ക് മെസൻട്രി ആണ്. ഈ ബ്രിക്ക് മെസൻട്രിയിലുള്ളിലുള്ള ജോയിന്റ്സിൽ കൂടി കടന്നു പോകുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേരാണ് പെർപെൻഡ്. സ്ട്രിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെയറിലുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ മെമ്പർ ആണ്. റൈസും ട്രെഡും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ട്രിഞ്ചറിലായിരിക്കും. ഇനി സ്പ്രിഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർച്ചിലെ ഒരു മെമ്പർ ആണ്. ആർച്ചിൽ കാണുന്ന വെഡ് ഷേപ്ഡ് യൂണിറ്റ്സിനെ വോൾസിയർ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആർച്ചിലെ രണ്ട് സൈഡിലുമുള്ള ലോവസ്റ്റ് പോർഷനിലുള്ള വോൾസിയറിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിഞ്ചർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ റെഡ്യൂസിംഗ് ദ ഡ്രോയിങ് ഇസ് ഓപ്ഷൻ എ പ്ലാനിമീറ്റർ, ഓപ്ഷൻ ബി പെന്റാഗ്രാഫ്, ഓപ്ഷൻ സി അനിമോമീറ്റർ, ഓപ്ഷൻ ഡി കറന്റ് മീറ്റർ. സോ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനും കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ പ്ലാനിമീറ്റർ ഉപയോഗിക്കുന്നത് ഇറഗുലർ ഏരിയാസിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ പെന്റാഗ്രാഫ്. പെന്റാഗ്രാഫ് ആണ് ഡ്രോയിങ്ങിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. ഇനി അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വിൻഡിന്റെ സ്പീഡും ഡയറക്ഷനും കണ്ടുപിടിക്കാനാണ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. കറന്റ് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ഡിറ്റർമിനിങ് ഫ്ലോ സ്പീഡ് ഓഫ് വാട്ടർ ബോഡീസിന് വേണ്ടിയിട്ടാണ്. Question, 1 hectare is equal to dash acre. Option A 247, option B 24.7, option C 2.47, option D 0.247. So 1 hectare is equal to 2.47 acres ആണ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 2.47 ഏക്കർ അല്ലെങ്കിൽ 1 ഹെക്ടറിനെ നമുക്ക് 10⁴ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 100 R എന്നും പറയാം. 1 ഏക്കർ എന്ന് പറയുന്നത് 100 സെന്റ് ആണ്. അതേപോലെ ഒരു സെന്റ് എന്ന് പറയുന്നത് 40.47 മീറ്റർ സ്ക്വയർ ആണ്. ഇനി 1 മൈൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 640 ഏക്കറിന് ഈക്വൽ ആണ്. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, -40 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു -40 ഡിഗ്രി ഫാരൻഹീറ്റ്, -140 ഡിഗ്രി ഫാരൻഹീറ്റ്, 172 ഡിഗ്രി ഫാരൻഹീറ്റ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. സോ ഡിഗ്രി ഫാരൻഹീറ്റും അതേപോലെ ഡിഗ്രി സെൽഷ്യസും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. അത് കാണാതെ അറിഞ്ഞിരിക്കുക. ഇക്വേഷൻ ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിന്റെ സ്ഥലത്ത് -40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് -40 ഡിഗ്രി ആണ്. So -40 degree Fahrenheit is equal to -40 degree Celsius. Option A ആണ് ഉത്തരം. Next question, the outermost part of a flush door is called option A core, option B laminis, option C frame, option D plank.
ഫ്ലഷ് ഡോർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാങ്ക് ലോക്കർ പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടി സുരക്ഷിതത്വം ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഫ്ലഷ് ഡോർ ഉപയോഗിക്കുക. എക്സാമ്പിൾ ആണ് ബാങ്ക് ലോക്കർ. പിന്നെ അതേപോലെ എന്തെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ബിൽഡിംഗ്സിൽ ഇവിടെയെല്ലാം ഫ്ലഷ് ഡോർ ആയിരിക്കും ഉപയോഗിക്കുക. സോ ദ ഔട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് എ ഫ്ലഷ് ഡോറിന്റെ ഉത്തരം എന്ന് പറയും ഓപ്ഷൻ ബി ലാമിനേറ്റ്.